Normal business owners survives, whereas business owners with growth mindset they thrives. Myself Suhas Chapali, I am an international business coach. ഇന്ന് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഓൺട്രപ്രനേഴ്സ് എങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആവുക എന്നുള്ളതിൻ്റെ ഒരു 5 മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്പർ 1 പ്രയോറിറ്റൈസ് ഗ്രോത്ത്, നമ്പർ 2 ആക്ട് ബോൾഡ്ലി, Number 3, close to your customers. Number 4, build a strong team. Number 5, execute with discipline. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങളുള്ള ഒരു ഓൺട്രപ്രണർ ഡെഫിനറ്റ്ലി ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഓൺട്രപ്രണർ ആവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എന്താണ് പ്രയോറിറ്റൈസ് ഗ്രോത്ത്, തിങ്ക് ലോങ് ടേം. എന്താണ് നമ്മൾ പ്രയോറിറ്റൈസ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഇമാജിൻ നമ്മളൊരു കോഫി ഷോപ്പ് നടത്തുന്ന ഒരു ബിസിനസ് ഓണർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ആസ് എ ബിസിനസ് ഓണർ നമ്മൾ ഡെയിലി നമ്മുടെ കോഫി ഷോപ്പിൽ പോകുന്നു. നമ്മൾ അവിടുത്തെ ഡെയിലി എന്താണ് അവിടുത്തെ സെല്ല്, ഒരു ഡെയിലി സെയിൽസ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നു. അതേപോലെ തന്നെ നോർമലി എത്ര കപ്പ് ഓഫ് കോഫി, എത്ര കോഫി അന്ന് സെയിൽ ആയിട്ടുണ്ട് എന്ന് നോക്കുന്നു. ഇതാണ് ഒരു നോർമൽ മെന്റാലിറ്റി ഉള്ള ഒരു ബിസിനസ് ഓണർ ഡെയിലി ചെയ്യുന്ന സംഭവം. പക്ഷെ നമുക്ക് നോക്കാം, ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ട് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ബിസിനസ് ഓണർ നോർമലി അദ്ദേഹം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഡെയിലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ, ഹൗ കാൻ ഐ ഇംപ്രൂവ്, ഹൗ കാൻ ഐ എക്സ്പെൻഡ് മൈ ബിസിനസ്, എന്റെ ബിസിനസ്സിനെ എങ്ങനെ എക്സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അയാൾ ഇന്നും ചിന്തിക്കുന്നത്. കൂടാതെ തന്നെ അയാൾ എന്തുകൊണ്ട് എന്റെ കോഫിക്ക് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്പ്, ഒരു ഓർഡറിംഗ് സിസ്റ്റം, ഒരു കോഫി ഓർഡറിംഗ് സിസ്റ്റം മൊബൈൽ ആപ്പ് എന്തുകൊണ്ട് എനിക്ക് കൊണ്ടുവന്നാൻ പറ്റില്ല, എന്തുകൊണ്ട് എനിക്കൊരു അടുത്തൊരു ബ്രാഞ്ച് എന്തുകൊണ്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തുകൊണ്ട് എനിക്കൊരു കാറ്ററിംഗ് സർവീസ് തുടങ്ങാൻ പറ്റുന്നില്ല, ഇതേപോലെയുള്ള ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ചിന്തകളുമാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഓൺട്രപ്രണർ എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് ഫസ്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റൈസ് ഗ്രോത്ത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഗ്രോത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, ആക്ട് ബോൾഡ്ലി, ടേക്ക് റിസ്ക് ആൻഡ് ബിഗ് മൂവ്സ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിന് എപ്പോഴും വേണ്ടത് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് നമ്മൾ എടുക്കണം. എന്നിട്ട് വലിയ വലിയ മൂവ്സുകളായിരിക്കണം, വലിയ വലിയ മൂവ്മെന്റ് ആയിരിക്കണം നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആക്ട് ബോൾഡ്ലി, നമുക്ക് വളരെ ബോൾഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ എലൺ മസ്കിന്റെ ആ ഒരു ഇതെടുക്കാം, നമുക്ക് ഒരു സ്റ്റോറി. എലൺ മസ്ക് ആദ്യമായിട്ട് ഇലക്ട്രിക് കാറുകൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് മനുഷ്യന്മാർ എങ്ങനെ ചിന്തിച്ചിരുന്നു, അതായത് ഇലക്ട്രിക് കാർ ഇതൊക്കെ വർക്കൗട്ട് ആവോ, ഇതൊക്കെ സക്സസ് ആവോ എന്നുള്ളത്. പക്ഷേ എലൺ മസ്ക് അന്നെടുത്ത ആ ഒരു ബോൾഡ് മൂവിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇലക്ട്രിക് കാർ എന്ന ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് കാർ എന്ന ആ ഒരു സെക്ടറിനെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് എലൺ മസ്ക്. അപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എടുത്ത ഒരു ബോൾഡ് മൂവാണ്, ഒരു ബോൾഡ് മൂവാണ് അദ്ദേഹത്തിന്. അതേപോലെ തന്നെ ഒരു റിസ്ക്, ഈ ഒരു റിസ്ക് അദ്ദേഹം അന്നെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ഓൺട്രപ്രണർ ആവാൻ വേണ്ടി സാധിച്ചത്. മൂന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റേ ക്ലോസ് ടു യുവർ കസ്റ്റമേഴ്സ്. ശരിക്കും നമ്മളെ ഒരു ബിസിനസ്സിൽ നമ്മളുടെ മെയിൻ സംഭവം നമ്മുടെ കസ്റ്റമർ ഈസ് കിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ മാക്സിമം ക്ലോസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആമസോണിന്റെ കേസ് എടുക്കുക. ആമസോണിൽ നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ നമ്മുടെ റിവ്യൂസുകളും അതേപോലെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അവര് തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് എത്രമാത്രം സ്പീഡായിട്ട്, എത്രമാത്രം ഫാസ്റ്റിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഡെലിവറി കൊടുക്കാമെന്നും ആ ഒരു റിവ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത തവണ നമുക്ക് എത്രയും നല്ല പ്രൊഡക്റ്റ് അവർ ഡിസ്പ്ലേ ചെയ്യാമെന്നും നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ അവർ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കസ്റ്റമറെ എങ്ങനെ എത്രമാത്രം ഒരു കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നോ, അപ്പോഴാണ് നമ്മുടെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ആളായി മാറുന്നത്, ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറുന്നത്. സോ നമ്മൾ എപ്പോഴും സ്റ്റേ ക്ലോസ് ടു യുവർ കസ്റ്റമേഴ്സ്. നാലാമതായിട്ട് നമുക്ക് വേണ്ടത് ബിൽഡ് എ സ്ട്രോങ് ടീം, അട്രാക്ട് ആൻഡ് ഗ്രോ ടാലൻസ്. അപ്പൊ നമ്മുടെ ഏതൊരു ബിസിനസിന്റെയും അടിത്തറ എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ്സിലെ ടീമാണ്, നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ ഫാമിലി. അപ്പം ഈ ഒരു എംപ്ലോയീസിന്റെ ഒരു ടീമിന്റെ ഒരു പവർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബിസിനസ് ഏത് രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും
ഒരു ഫുട്ബോളിന്റെ കളി നമ്മൾ സങ്കല്പിച്ച് നോക്കുക. നമുക്ക് ഒരു ഗോളി മാത്രം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 7 ഗോളികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫുട്ബോൾ ടീം കളിച്ച് ജയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഫുട്ബോളിൽ ഗോളി വേണം, അതേപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സ് വേണം, സ്ട്രൈക്കേഴ്സ് വേണം, ഡിഫൻഡേഴ്സ് വേണം. അപ്പോൾ ഈ ഒരു മിക്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫുട്ബോൾ എന്ന കളി നമുക്ക് വളരെ കറക്റ്റായിട്ട് കളിച്ച് വിജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന്റെ കാര്യം, നമ്മുടെ ബിസിനസ്സിൽ വേണ്ട എല്ലാ സ്കില്ലും അടങ്ങിയിട്ടുള്ള, മൾട്ടിപ്പിൾ സ്കില്ലുകൾ അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രോങ് ടീമിനെ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു മൈൻഡ് സെറ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ളത്. അപ്പം ബിൽഡ് എ സ്ട്രോങ് ടീം. നമ്മുടെ 5ാമത്തെ, അതായത് ഏറ്റവും ലാസ്റ്റ് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് വിത്ത് ഡിസിപ്ലിൻ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മൈൻഡ് സെറ്റ് നമുക്കുണ്ടായി, നമ്മുടെ ബിസിനസ് നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യാന്നൊക്കെ നമ്മളൊരു പ്ലാന് പോലെ ഉണ്ടാക്കി, സംഭവം എല്ലാം റെഡിയാണ്. പക്ഷേ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനും നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമുക്കൊന്നും എവിടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. നമ്മുടെ വെയിറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്ന സമയത്ത് എണീക്കണം. അപ്പൊ നമ്മൾ ഒരു പ്ലാനും അത് അതേപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ഒരു പ്ലാന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ ആ ഒരു വെയിറ്റ് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. അത് സ്വാഭാവികമാണ്. അപ്പം ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്നാണ് നമ്മൾ പറയാ, അല്ലേ? അപ്പം നമ്മൾ ടു ഗെറ്റ് ദ തിങ്സ് ഡൺ, വി ഹാവ് ടു വർക്ക് റിലീജിയസ്ലി ആൻഡ് വി ഹാവ് ടു ഹാവ് എ വെരി ഡിസിപ്ലിൻഡ് അപ്രോച്ച്. അപ്പൊ നമ്മൾ എക്സിക്യൂട്ട് വിത്ത് ഡിസിപ്ലിൻ. നമുക്ക് ബിസിനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്, നമുക്ക് സ്ട്രാറ്റജി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാം ഒരു ഡിസിപ്ലിനോട് കൂടി നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ വേറെ എല്ലാ അവസാനതായിട്ടുള്ള ഒരു 5 അവസാനത്തെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്, നമുക്കൊരു ഗ്രോത്ത് ഓറിയന്റഡ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഓൺട്രപ്രണർ ആവണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് പ്രയോറിറ്റൈസ് യുവർ ഗ്രോത്ത്, ആക്ട് ബോൾഡ്ലി ആൻഡ് സ്റ്റേ ക്ലോസ് ടു യുവർ കസ്റ്റമേഴ്സ്, ബിൽഡ് എ സ്ട്രോങ് ടീം ആൻഡ് എക്സിക്യൂട്ട് വിത്ത് ഡിസിപ്ലിൻ. ഈ 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ അങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, we will be a growth minded person and we can take our business into next level.